ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടു സരസ്വതേ നീ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാമൈ ഭൂമിസുധാ പുരശ്ച ഹനുമാൻ പശ്യാസുമിത്രാസുധ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോർ വായുദികോണേഷു ച. സുഗ്രീവസ്യ വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജ കോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവൈച്ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. അയോധ്യ അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം ബാലകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മമ നാവിന്മേൽ നടനം ചെയ്കേണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ. വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലെ വാരിജി തന്നിൽ തിരമാലകളെന്ന പോലെ. ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാദ്യ സലക്ഷണം മേൽമേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണു ജോത്ഭവ സുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണ കർത്താവിനെ വഴങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ. രാമായണ മാസത്തിന്റെ തുടക്കം കൂടിയാണെന്ന്
ഈ ഭക്തിസാന്ദ്രമായിട്ടുള്ള പുലരികൾ, ഭക്തിസാന്ദ്രമായിട്ടുള്ള സന്ധ്യാനേരങ്ങൾ, ഇതൊക്കെയാണ് ഈ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് രാമായണ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേത്ര ദർശനങ്ങളിലൊക്കെയായി ഒരു ഐശ്വര്യത്തിന്റെ ചിങ്ങത്തെ വരവേൽക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടകം. അപ്പോൾ രാമനാമ ജപവും രാമായണശീലികളും നിറയുന്ന രാമായണ മാസത്തിന് തുടക്കമാകുമ്പോൾ ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മഭൂമിയായിട്ടുള്ള തിരൂർ തുഞ്ചൻ പറമ്പിലും ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. രാമായണ പാരായണം, മലയാള സാഹിത്യ ലോകത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന രാമായണം അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണങ്ങൾ തുടങ്ങി പോയ തവണത്തേക്കാൾ അതിഗംഭീരമായാണ് തുഞ്ചൻ പറമ്പ് ഇത്തവണ രാമായണ മാസം ആചരിക്കാൻ പോകുന്നത്. അനുമോദത്തിന്റെ റിപ്പോർട്ടിലേക്ക്. മറ്റൊരു കർക്കിടക മാസം കൂടി തുടങ്ങുകയാണ് രാമായണ മാസം. കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് ഈ രാമായണ മാസത്തിലെ ചടങ്ങുകൾ തിരൂർ തുഞ്ചൻ പറമ്പിലെയാണ്. നമുക്കറിയാം, ഭാഷാപിതാവിൻ്റെ മണ്ണിലാണ് ഞാനിപ്പോഴുള്ളത്, തിരൂർ തുഞ്ചൻ പറമ്പിൽ. ഇത്തവണയും പോയ വർഷത്തേക്കാൾ ഗംഭീരമായിട്ടാണ് രാമായണ മാസം ഇവിടെ ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷാപിതാവിൻ്റെ ഒട്ടേറെ സ്മാരകങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഇവിടെ എത്തി രാമായണ പാരായണം നടത്തി ഈ ഒരു സന്ദർശനം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചും ഭാഷാസ്നേഹികളെ സംബന്ധിച്ചും ഏറെ പാവനമായ ഒന്നാണ്. നമ്മോടൊപ്പം സ്മാരക ട്രസ്റ്റിൻ്റെ സൂപ്രണ്ട് ശ്രീ സുബ്രഹ്മണ്യൻ ചേരുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഗംഭീരമായിട്ടായിരിക്കും അല്ലേ ഇത്തവണ? അതെ, ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായി തന്നെയാണ് കാര്യങ്ങൾ. MT വാസുദേവൻ നായർ ചെയർമാനായിട്ടുള്ള തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും രാമായണ പാരായണം ഉണ്ടായിരിക്കും. അതുകൂടാതെ 10 പ്രഭാഷണങ്ങൾ, രാമായണത്തെ ആസ്പദമാക്കിയുള്ള 10 പ്രഭാഷണങ്ങൾ പ്രമുഖരായ എഴുത്തുകാരും പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന പ്രഭാഷണം ഉണ്ടായിരിക്കും. അത് ഇന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അതുകൂടാതെ അദ്ദേഹത്തെ കൂടാതെ C രാധാകൃഷ്ണൻ, ശത്രുഘ്നൻ, അതേപോലെ MN കാരശ്ശേരി, KS വെങ്കടാചലം, ഡോക്ടർ ഉഷ, ഡോക്ടർ രജനി സുബോധ്, TT വാസുദേവൻ, ഡോക്ടർ RVM ദിവാകരൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ കൂടി പ്രഭാഷണത്തിൽ 10 ദിവസങ്ങളിലായിട്ട് പ്രഭാഷണങ്ങൾ പങ്കുകൊള്ളും. തുടർച്ചയായിട്ടാണോ? തുടർച്ചയായിട്ടല്ല, വ്യത്യസ്തമായ ദിവസങ്ങളിലാണ് പ്രഭാഷണമുള്ളത്. അപ്പം നാളെ തുടങ്ങുമെങ്കിൽ പോലും അത് വ്യത്യസ്ത ദിവസങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ സമ്പൂർണ്ണമായിട്ട് ഓഗസ്റ്റ് 10-ന് ഇവിടെ ഒരു രാമായണ പ്രശ്നോത്തരി നടക്കും. അതായത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്ന, കഴിഞ്ഞ വർഷമൊക്കെ വലിയ തോതിൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ വലിയ തോതിൽ തന്നെ കുട്ടികളുടെ പങ്കാളിത്തം ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ഒരു രാമായണ പ്രശ്നോത്തരി ഓഗസ്റ്റ് 10-ന് നടക്കും. 11-ന് സമ്പൂർണ്ണ രാമായണ പാരായണം ഉണ്ടാവും. ഒരു ദിവസം മുഴുവനും ഉണ്ടാവും. അങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് MT വാസുദേവൻ നായർ ചെയർമാനായിട്ടുള്ള ട്രസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. തുഞ്ചൻ പറമ്പ് 2 തരത്തിലാണ്. ഏറ്റവും ഒന്ന് രാമായണ മാസത്തിലെ പ്രത്യേകിച്ചുള്ള ഈ ഒരു പ്രഭാഷണ പരമ്പര, 2 നമുക്ക് വിദ്യാരംഭ ചടങ്ങുകൾ, അതെന്നും ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എഴുത്തച്ഛൻ്റെ എഴുത്താണിയും മറ്റും കളരിയുടെ മുമ്പിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ കൂടി ഒന്ന് പ്രേക്ഷകർക്കായിട്ട് പങ്കുവെച്ചു. ഇതിൻ്റെ പ്രത്യേകതകൾ പൊതുവെ മലയാളികൾക്ക് മുഴുവനായിട്ട് അറിയുന്നതാണ്. എഴുത്തച്ഛൻ കുട്ടികളെ വിദ്യാഭ്യസിപ്പിച്ചിരുന്ന കേന്ദ്രമായിട്ടാണ് ഇത് കേന്ദ്രമായിട്ട് കരുതപ്പെടുന്നു. ഈ കാഞ്ഞിരത്തിന് സവിശേഷതകളുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഭാഷാസ്നേഹികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരിടം, ഭാഷാസ്നേഹികൾ നിരന്തരമായി സന്ദർശിക്കുന്ന ഒരു പുണ്യസ്ഥലം തന്നെയാണിത്. ഈ എഴുത്താണിയൊക്കെ ഇവിടെ തന്നെയാണ് അല്ലേ? എഴുത്താണി ഇവിടുത്തെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അത് നമ്മളെ തുഞ്ചൻ ഉത്സവത്തിൻ്റെ സമയത്ത് എഴുത്താണി എഴുന്നള്ളിക്കുന്ന അപൂർവ ചടങ്ങുള്ള, അതായത് അക്ഷരത്തെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ചടങ്ങാണ് അക്ഷരം എഴുതുന്ന എഴുത്താണി എഴുന്നള്ളിക്കുക എന്നുള്ളത്. അത്തരം മനോഹരമായ ചടങ്ങുള്ള ഭാഷയുടെ ഉത്സവം കൂടിയാണ് ഇവിടുത്തെ ഉത്സവം. ആചാര്യൻ്റേതെന്ന് കരുതുന്ന ഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ അവിടെ എഴുത്തിനിരുത്താനുള്ള പാരമ്പര്യ എഴുത്താശാന്മാരുടെ മണ്ഡപം തോന്നുന്നു. മണ്ഡപം, നമ്മളുടെ കൃഷ്ണശിലാ മണ്ഡപം ഇരിക്കുന്നത് അവിടെയാണ്. അതുകൂടാതെ സരസ്വതി മണ്ഡപം, കിളിമകൾ, ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കുളം, അതേപോലെ തന്നെ നല്ല ഭാഷയുടെ പരിണാമ ദിശകളെ സൂചിപ്പിക്കുന്ന, ഭാഷാസ്നേഹികൾക്ക് പഠനത്തിനും അതേപോലെ മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്ന ഒരു മ്യൂസിയം അടക്കം എല്ലാം ഉണ്ട്. ഈ രാമായണത്തിന്റെ തന്നെ പല വകഭേദങ്ങളുണ്ട് അല്ലേ? ആധ്യാത്മ രാമായണത്തിന് പുറമെ അതിന്റെ എല്ലാം ഓരോ ഈ പ്രഭാഷണങ്ങളിലും മറ്റ് ചർച്ചകളിലൊക്കെ അതെല്ലാം പരാമർശിക്കുന്ന തരത്തിലായിരിക്കും ഈ വർഷം. രാമായണത്തിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ ഈ വർഷം
രാമായണം എന്നുള്ളത് നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തെ അതിൻ്റെ എല്ലാ തലത്തിലും അതിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചും വിവിധ മേഖലകളെക്കുറിച്ചും അത് കടന്നുപോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പ്രഭാഷകർ ഇത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കമ്പരാമായണത്തിൻ്റെ ആസ്വാദനം എന്നിട്ട് ഒരു ദിവസം അങ്ങനെ KS വെങ്കടാചലത്തിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ട്. അതായത് നമ്മൾ രാമായണം എന്നുള്ള രാമായണം എന്നുള്ള എഴുത്തച്ഛൻ്റെ രാമായണത്തെ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ആളുകളിലേക്ക് അത് മനോഹരമായി എത്തിക്കാൻ കഴിയുക, അത് കൂടുതൽ മനസ്സിലാക്കിക്കുക, അതിൻ്റെ ഊർജം ആളുകൾക്കുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഭാഷണങ്ങളിലേക്ക് ഉദ്ദേശിച്ചത്. ഈ ഒരു മാസം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രാമായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം, ഒപ്പം എഴുത്തച്ഛൻ്റെ സ്മാരകങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി തിരിച്ചു പോവുകയും ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം വിവർത്തനം ചെയ്തു എന്ന് മാത്രമല്ല, ഈ അധ്യാത്മരാമായണത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതിനോടൊപ്പം തന്നെ മലയാള ഭാഷയെ നാം എങ്ങനെ ഹൃദയത്തിലേക്ക് എടുക്കണം എന്ന് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു അവസരമായിട്ട് ആളുകൾ ഇത് വിനിയോഗിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ്, ഭാഷാ സ്നേഹികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് എത്താം. പക്ഷേ ഈ ഒരു രാമായണ മാസത്തിൽ എത്തുകയാണെങ്കിൽ രാമായണത്തിൽ ആസ്വദിക്കാം, അതിൻ്റെ വിവിധ വിവർത്തനങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആസ്പദമായുള്ള പ്രഭാഷണങ്ങൾ ശ്രവിക്കാം. അത്തരത്തിൽ പല കാര്യങ്ങളും ഈ ഒരു മാസം ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്നാണെങ്കിലും തിരൂർ തുഞ്ചൻ പറമ്പ് രാമായണ മാസത്തിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.